ഒരു ഹണ്ടറായ ല്യൂവലിൻ മോസ് മരുഭൂമിയിൽ വേട്ടയാടാൻ പോവുകയാണ്. ലക്ഷ്യം ഒരു മാനിനെയാണ്. എന്നാൽ അയാൾ വെടിവെച്ചപ്പോൾ വെടിയുണ്ട മാനിന്റെ പുറകിൽ കൊള്ളുന്നു. മാൻ ഓടിപ്പോകുന്നത് കണ്ട് അയാൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. സാധാരണ ഒരു വേട്ടക്കാരൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. വെടിയേറ്റ മാൻ അധികം ദൂരം പോകില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. വെടിയുണ്ട നിലത്ത് കിടക്കുന്നത് കണ്ട് അയാൾ അത് പെറുക്കിയെടുത്തു. അതിനെ പിന്തുടർന്ന് മുന്നോട്ടു പോയ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ നടന്നത് ഒരു വെടിവെപ്പാണ്. കുറേ മനുഷ്യർ മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട് അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇത് തന്റെ ജോലിയല്ലെന്ന് മനസ്സിലാക്കി അയാൾ അവിടെ നിന്നും തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പക്ഷെ മുന്നോട്ട് പോയപ്പോൾ അവിടെ പാർക്ക് ചെയ്ത കുറച്ച് വാഹനങ്ങൾ കണ്ടു. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ അയാൾ ഒളിച്ചുനിന്ന് അവിടെ നിരീക്ഷിച്ചു. ഒരു വാഹനത്തിനുള്ളിൽ പുകയുന്ന ചുരുട്ടുമായി ഒരു മനുഷ്യൻ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയ മോസ് തന്റെ തോക്കെടുത്ത് അയാളുടെ അടുത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് ആ മനുഷ്യൻ മോസിനോട് ഒരു കവിൾ വെള്ളം ചോദിക്കുന്നത്. അയാളുടെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് ഒന്നും പറയാതെ തിരിച്ചു പോകുന്നു. അങ്ങനെ നടന്നുപോയ മോസ് ഒരു ട്രക്കിന്റെ പിറകിൽ കയറി നോക്കിയപ്പോൾ നിറയെ പണമാണ്. അപ്പോൾ അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ നടന്ന വഴക്കിനിടയിൽ ആ പണവുമായി ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അയാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടാകുമെന്നും വിശ്രമിക്കാൻ തണുപ്പുള്ള ഒരിടം തേടി പോയിട്ടുണ്ടാകുമെന്നും മോസ് ഊഹിച്ചു. അങ്ങനെ നോക്കി നടന്നപ്പോൾ ദൂരെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരാൾ കിടക്കുന്നത് കണ്ടു. മോസ് നേരെ അയാളുടെ അടുത്തേക്ക് പോകാതെ അരമണിക്കൂറോളം അവിടെ തന്നെ നിന്നു. അയാൾ അനങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. മരിച്ച ആളുടെ അടുത്ത് ഒരു ബാഗുമുണ്ടായിരുന്നു. ആകാംക്ഷയോടെ അയാൾ ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മുഴുവൻ പണമായിരുന്നു.